അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്ക് നേരെ നടന്ന ആദ്യ കലാപമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്ക് നേരെ ആറ്റിങ്ങൽ നിവാസികൾ 1697 നവംബറിലാണ് ഇത്തരം ഒരു പ്രതിഷേധം ഉയർത്തിയത്. 1636 വിദേശ രാജ്യങ്ങളിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തിരുന്നു. വേണാട്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാന പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. 1684 ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ കച്ചവടത്തിനായുള്ള അനുമതി നൽകി. അതിനായി അവർക്ക് കോട്ട നിർമ്മിക്കാനുള്ള അനുമതിയും റാണി നൽകിയിരുന്നു. 1695 ആയപ്പോഴേക്കും കോട്ട നിർമ്മാണം പൂർത്തിയായി. പക്ഷേ കുരുമുളകിന് അവർ പറയുന്ന വില നൽകണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. കുരുമുളകിൻ്റെ വ്യാപാരത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് കലാപത്തിൻ്റെ പ്രധാന കാരണം. അഞ്ചുതെങ്ങ് കലാപത്തെപ്പറ്റി PSC ചോദ്യപേപ്പറുകളിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാം. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നിരിക്കുന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്നിരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1697. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരുന്നത് 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അടുത്തത്, ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1695. 1695. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1695. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങൽ റാണിയുടെ മറ്റൊരു പേരാണ് ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണിയുടെ മറ്റൊരു പേരാണ് ഉമയമ്മ റാണി. ഇനി അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം.